കാശ്മീർ താഴ്വരയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഇപ്പോഴും അടഞ്ഞുകിടക്കുകയാണ്. ആളുകളുടെ ഉപജീവനത്തെ വലിയ തരത്തിൽ ഇത് പ്രതിസന്ധിയിലാക്കുകയാണ്. ബഡ്ഗാമിലെ ദൂദ് പത്രിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി നോബൽ മാരിക്കാരൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി ഒന്ന് കണ്ടുവരാം. ബഡ്ഗാം ജില്ലയിലെ ദൂദ് പത്രി എന്ന വിനോദസഞ്ചാര കേന്ദ്രത്തിലാണ് ഉള്ളത്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് വന്നാൽ കാണാൻ കഴിയും. വളരെ മനോഹരമായൊരു സ്ഥലമാണ്. സ്ഥലം മനോഹരം എന്നതിനപ്പുറം ഒരുപാട് പശുക്കൾ, അതോടൊപ്പം തന്നെ കുതിരകളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ സാധാരണ ഈ പാടത്തൊക്കെ ഒരുപാട് പശുക്കൾ ഇതുപോലെ തീറ്റാൻ വേണ്ടി ഇവിടെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താണെങ്കിലും ജമ്മു കാശ്മീരിലേക്ക് എത്തുമ്പോഴും ഈ പ്രദേശത്തൊക്കെ ഇത്തരത്തിൽ ഒരുപാട് ജോലി ചെയ്ത് ജീവിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. നമുക്ക് ഒരുപാട് പശുക്കളെ ദൃശ്യങ്ങൾ കാണാൻ കഴിയും. ഈ മലമുകളിലേക്ക് ഇവരെ തീറ്റാൻ വേണ്ടി പറഞ്ഞ് അയക്കുന്നതാണ്. ഒരുപാട് ആളുകൾ ഇത്തരത്തിൽ ഉപജീവനം ജമ്മു കാശ്മീർ നടത്തുകയും ചെയ്യുന്നുണ്ട്. പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമാണ്. സർ, आप इधर से जी, आप लोग ऐसा काम करता है? हाँ, यही काम करता है. गाय पालता है, पेट पालता है. गरीब लोग हैं, क्या करेंगे? ये टूरिस्ट जगह है ना? हाँ जनाब, दूध पथरी. अभी वो बंद है. हाँ बंद है. इसमें आपको दिक्कत है लाइफ? नहीं, हमें कब से दिक्कत है सर. हमको पेट पालने के लिए मजदूरी करते थे तो ये तो सुबह ऐसा जाएगा गाँव जी. हाँ, शाम तक पहाड़ में होगा शाम तक. हाँ. എന്താണെങ്കിലും ഇങ്ങനെയാണ് ഇവരൊക്കെ ജീവിതം പോകുന്നത്. ഇവിടുത്തെ സാധാരണക്കാരായ ആളുകളാണ്. ഇവർ കൃഷിയും അതോടൊപ്പം തന്നെ കന്നുകാലി വളർത്തലൊക്കെ ആയിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ്. ഒപ്പം ഈ കൂട്ടത്തിൽ കുതിരകളെയൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് കുതിരകളൊക്കെ ഇവിടെ ഉള്ളതാണ്. അത്തരത്തിൽ എന്താണെങ്കിലും ഒരു ഗ്രാമീണ അന്തരീക്ഷമാണ് ഇത്തരത്തിൽ ബഡ്ഗാം അടക്കമുള്ള ജമ്മു കാശ്മീരിൻ്റെ മേഖലയിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇങ്ങനെ മലനിരകളിലേക്കൊക്കെ ഇതുപോലെ ഇവർ ഈ പശുക്കളെയൊക്കെ തീറ്റിയൊക്കെ പോകാൻ ശേഷം വൈകുന്നേരം തിരിച്ച് ആപ്കോ ഖോടാ ഹേ? ये माल, हाँ, ये हमारे गांव का ही है. अभी वो टूरिस्ट सब बंद है. ये किधर जाएगा आप? ये इधर इस साइड में जाएगा, थोड़ा उधर रहेगा, वो कोई टेंशन नहीं है. कब वापस आएगा? शाम को आएगा. ये है ना, ये इनको पालता है, ये शाम को वापस आएगा. അതുപോലെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളാണ്. കാരണം ഇത്ര വളരെ സുന്ദരമായ സ്ഥലം. നമുക്ക് ദൃശ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ മനോഹരമായ സ്ഥലമാണ്. ഒരുപാട് മരങ്ങളുണ്ട്, അതോടൊപ്പം പച്ചപ്പുണ്ട്. വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. ഈ സ്ഥലത്തൊക്കെയാണ് ടൂറിസ്റ്റുകൾ നേരത്തെ എത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ എന്താണെങ്കിലും ഇപ്പോൾ ടൂറിസ്റ്റുകളൊന്നും എത്തുന്നില്ല. അതൊക്കെ ഇവിടുത്തെ ആളുകളുടെ ഉപജീവനത്തെ പ്രത്യേകം അടഞ്ഞിടക്കുന്ന കടകളൊക്കെ, ഒരുപാട് കടകൾ ഇവിടെ അടഞ്ഞിടക്കുന്നത് കാണാൻ കഴിയും. ഇതൊക്കെ ടൂറിസവുമായി ബന്ധപ്പെട്ട് നിന്ന് നടന്നു പോയിക്കൊണ്ടിരുന്ന കടകളാണ്. ഇത്തരത്തിൽ ഈ ആക്രമണം ഈ മേഖലയൊക്കെ ടൂറിസ്റ്റ് വലിയ തരത്തിൽ ബാധിച്ചിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യമാണ്. എന്താണെങ്കിലും കുറേ ഇനിയിപ്പോൾ ഇത് സാധാരണയിലേക്ക് എത്താൻ ഒരുപാട് സമയമെടുക്കുമെന്നും നമ്മൾ എന്താണെങ്കിലും നോക്കേണ്ടതുണ്ട്. അതായത് നിലവിലത്തെ സാഹചര്യത്തിൽ ഇത്തരത്തിൽ ജമ്മു കാശ്മീരിൻ്റെ ഗ്രാമങ്ങളിൽ ഇങ്ങനത്തെ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വളരെ മനോഹരമായ ഗ്രാമങ്ങൾ, അതോടൊപ്പം ഒരുപാട് ആളുകളൊക്കെ ഇത്തരത്തിൽ കന്നുകാലി വളർത്തും അത്തരത്തിൽ കൃഷിയുമൊക്കെയായി പോകുന്നുമുണ്ട്. വീഡിയോ ശ്രീജിത്ത് കൊടുക്കുന്നതിനൊപ്പം റിപ്പോർട്ടർ നോബൽ മാരിക്കാരൻ, ഇൻ റിപ്പോർട്ടർ, ശ്രീനഗർ. നോബൽ മാരിക്കാരനാണ് ഇപ്പോൾ അവിടെ നിന്നും വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പലയിടങ്ങളിലും പഹൽഗാമിലെ കടകളെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. അവിടെ സന്ദർശകർ എത്തുന്നതേയില്ല. കാശ്മീരിലെ പല ഭാഗങ്ങളിലും ഇതുതന്നെയാണ് സ്ഥിതി. ശ്രീനഗറിൽ നിന്ന് പഹൽഗാമിലേക്കോ മറ്റ് സ്ഥലങ്ങളിലേക്കുള്ള യാത്രകൾ ഇപ്പോൾ ചെയ്യാൻ കഴിയുന്നില്ല. അതായത് യാത്രക്കാരില്ലാത്ത വിധം കടകളൊക്കെ അടഞ്ഞു കിടക്കുന്ന മട്ടാണ്.